വാർത്തകളിലേക്ക് സ്വാഗതം. വായിക്കുന്നത് 9 വീക്ക് വേണ്ടി മരിയ ജോയ്. വാർത്തകൾ ചുരുക്കുന്നു. നാമകരണ കാര്യാലയത്തിന് പുതിയ അധ്യക്ഷൻ. കത്തോലിക്കരുടെ എണ്ണത്തിൽ 1.6 കോടിയുടെ വർധനവ്. ആഗോള യുവജന ദിനം ലോഗോ പ്രകാശിപ്പിച്ചു. ലോകം സമാധാനത്തിനായി ദാഹിക്കുന്നു. മാർപ്പാപ്പ. പേപ്പൽ ഉപദേശക സമിതിയിലേക്ക് ആഫ്രിക്കൻ കാര്യം. ഇന്ത്യ പിന്നോട്ട് നടക്കുന്നു. പ്രതീകാത്മകമായി യുവജനങ്ങളുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. നാമകരണ കാര്യാലയത്തിന് പുതിയ അധ്യക്ഷൻ. വിശുദ്ധരുടെ നാമകരണത്തിനുള്ള വത്തിക്കാൻ കാര്യാലയത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുതിയ അധ്യക്ഷനെ നിയമിച്ചു. ഇറ്റലിക്കാരനായ ബിഷപ്പ് മാർസലോ ജമേരാരോ ആണ് കാര്യാലയത്തിന്റെ പുതിയ അധ്യക്ഷൻ. കത്തോലിക്കരുടെ എണ്ണത്തിൽ 1.6 കോടിയുടെ വർധനവ്. ലോകത്തിലെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1.6 കോടി വർദ്ധിച്ചു. ഇപ്പോൾ കത്തോലിക്കരുടെ എണ്ണം 133 കോടിയാണ്. മിഷൻ ഞായർ ആചരണത്തോട് അനുബന്ധിച്ച് വത്തിക്കാൻ പുറത്തുവിട്ടതാണ് പുതിയ കണക്കുകൾ. ആഗോള യുവജന ദിനം ലോഗോ പ്രകാശിപ്പിച്ചു. 2023 പോർച്ചുഗലിൽ നടക്കാനിരുന്ന അടുത്ത ആഗോള യുവജന ദിന ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയും വെബ്സൈറ്റ് ആരംഭിക്കുകയും ചെയ്തു. യുവജന ദിന ആഘോഷം നടക്കുന്ന ലിസ്ബണിൽ നിന്ന് തന്നെയുള്ള 24-കാരിയായ ബിയാട്രിസ് ഡോഗ് അന്റോണിയസ് രൂപകൽപ്പന ചെയ്തത് തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ലോഗോ. ലോകം സമാധാനത്തിനായി ദാഹിക്കുന്നു. മാർപ്പാപ്പ. ലോകം സമാധാനത്തിനായി ദാഹിക്കുന്നുവെന്നും നമുക്ക് ഉദാസീനരായിരിക്കാൻ സാധിക്കുകയില്ല എന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. നിരവധി രാജ്യങ്ങളിൽ ജനങ്ങൾ യുദ്ധങ്ങൾ മൂലം ദുരിതം അനുഭവിക്കുന്നുണ്ടെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാണിച്ചു. സമാധാനം ആയിരിക്കണം എല്ലാ രാഷ്ട്രീയത്തിന്റെയും മുൻഗണന. പേപ്പൽ ഉപദേശക സമിതിയിലേക്ക് ആഫ്രിക്കൻ കാർഡിനൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരം ഏറ്റതിനു ശേഷം തന്നെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുന്നതിനു വേണ്ടി പുതുതായി രൂപീകരിച്ച കാർഡിനൽമാരുടെ ഉപദേശക സമിതിയിലേക്ക് കോങ്കോയിലെ കിൻഷാസ അതിരൂപത അധ്യക്ഷനായ കാർഡിനൽ ഫ്രിഡോളൻ ബെസംഗുവിനെ നിയമിച്ചു. കപ്പൂച്ചിൻ സന്യാസിയാണ് ഈ 60-കാരൻ. ഇന്ത്യ പിറകോട്ട് നടക്കുന്നു. പ്രതീകാത്മകമായി യുവജനങ്ങളുടെ പ്രതിഷേധം. ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയായ ദലിതർക്ക് വേണ്ടിയും ആദിവാസികൾക്കും വേണ്ടിയും നിസ്വാർത്ഥ സേവനം ചെയ്ത ഫാദർ സ്റ്റെയിൻ സ്വാമിയെ മാവോയിസ്റ്റ് ആയി മുദ്രകുത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും അധികാരവർഗത്തിന്റെ ഇത്തരം ഫാസിസ്റ്റ് നിലപാടുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും ഇന്ത്യ പിറകോട്ട് നടക്കുന്നു എന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ചുകൊണ്ട് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് ഇടവകയിലെ KCYM അംഗങ്ങളായ ചെറുപ്പക്കാർ പാലാരിവട്ടം മുതൽ കലൂർ സ്റ്റേഡിയം വരെ വായ മൂടിക്കെട്ടി പിന്നോട്ട് നടന്നുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.